ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത് ഇത്ര ഈ ചിക്കൻ സ്പെഷ്യാലിറ്റി എന്ന്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി ചിക്കൻ കറിയാണ്. നമുക്കെല്ലാവർക്കും ചിക്കൻ മേടിക്കുമ്പം അത് ഏത് സ്റ്റൈലിൽ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു സംശയമൊക്കെ എപ്പോഴും ഉണ്ടാവും. എന്നും ഒരേപോലെ എങ്ങനെ ചിക്കൻ കറി കഴിക്കാമെന്നൊക്കെ ആയിരിക്കും നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവുക. ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി. ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത് സൂപ്പർ സ്വാദാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം ഇതെങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3/4 കിലോയുള്ള ചിക്കനാണ് കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഈ ഉണ്ടോ ഇതുപോലത്തെയൊക്കെ ഒരു പഞ്ഞി പോലത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. അതൊന്നും നല്ലതല്ല എന്നാണ് പറയുക. എന്തായാലും ഞാനത് കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾ കളയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കനകത്തോട്ട് നമ്മളിതൊന്ന് ഒരു 10 മിനിറ്റോളം ഒരു മസാല പുരട്ടി വെക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1/2 കപ്പോളം ഉള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന് പുളിയൊക്കെ ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതൊരു 1/4 കപ്പ് മാത്രം എടുത്താൽ മതിയാവും. ഇത് വലിയ പുളിയൊന്നുമില്ല. അപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി വെറും 2 എണ്ണമാണ്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടാണ് ചതച്ചിട്ടുള്ളത്. നമ്മൾ പിന്നീട് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്, ഇഞ്ചിയൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ഞാൻ ചതച്ചത്. ഞാൻ ഇടിക്കല്ലിലാണ് ചതച്ചിട്ടുള്ളത്, അല്ലാതെ ഞാൻ മിക്സിയിലൊന്നും അതല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു ചിക്കന് വേണ്ടുന്നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളപ്പം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഇതിനകത്ത് നമ്മുടെ ചിക്കനകത്തൊക്കെ നന്നായി പിടിക്കുക. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ ചിക്കൻ്റെ കാല്, അതുപോലെ ചിക്കൻ്റെ ചില പീസുകളൊക്കെ നമ്മളൊന്ന് വരഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് ഇറങ്ങും കേട്ടോ. പിന്നെ തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ഇതിൻ്റെ മസാല സൂപ്പർ ടേസ്റ്റും ആവാനുമാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പുരട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി കൂടുതൽ നേരം വെക്കുന്തോറും കൂടുതൽ ടേസ്റ്റ് ആവും. നമ്മളെല്ലാവരും ബിസി അമ്മമാരല്ല, അപ്പോൾ ഞാനതുകൊണ്ട് 10 മിനിറ്റേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ 10 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കണ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. അതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, അതൊക്കെ ഒരു നാടൻ ടേസ്റ്റ് വരും എന്ന് ഓർത്തിട്ട്. ഇതൊരു പഞ്ചാബി സ്റ്റൈലല്ലേ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, ചെറിയ ജീരകമാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുഴുവൻ മസാലകൾ, അല്പം കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്ക, ഒരു 3 കഷ്ണം ഗ്രാമ്പു, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വിടർത്തിയിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ളത്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് മുഴുവൻ മസാല എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഈ മുഴുവൻ മസാലയൊക്കെ അത്യാവശ്യമൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുള്ള മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 4 മീഡിയം സൈസായിട്ടുള്ള സവോള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണയും മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഇവിടെ 1 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് ഇവിടെ കുറച്ച് കുറവ്, ഒത്തിരി അങ്ങ് ചേർക്കരുത് കേട്ടോ, അന്നേരം വേറൊരു ടേസ്റ്റായി പോവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് പതുക്കെ മാറ്റാം. മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4 മിനിറ്റോളം എടുത്തു. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് സവോള ഇത്രയും വഴണ്ട് കിട്ടണം കേട്ടോ. കളറൊക്കെ ഒന്ന് പതുക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവണം. നമ്മൾ സവോള ഒന്ന് സാധാരണ വഴറ്റുന്നതിനേക്കാളും അത്രയും വഴറ്റേണ്ട, അല്പം കുറവുള്ള രീതിയിൽ ഇത്തരത്തിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ തക്കാളി ഇടുന്ന വീഡിയോ ഭാഗം ഇതിനകത്ത് പെട്ടിട്ടില്ല, സോറി കേട്ടോ. അത് എന്തുകൊണ്ടോ ഞാനത് ശ്രദ്ധിക്കാതെ പോയി, പ്ലേ ആയിരുന്നില്ല വീഡിയോ അന്നേരം. അപ്പം ഒന്നുമില്ല, നമ്മൾ ആ സവോളയുടെ മിക്സിലോട്ട്
ഒരു 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഇതുപോലെ ക്യൂബായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടാവും ഞാൻ കേട്ടോ, 1.5 മിനിറ്റോളം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു കൂട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്തോട്ടാണ് ഞാൻ ഇടുന്നത്. എന്നാലാണ് നമുക്ക് ഒരുപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഇച്ചിരി ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിതിനകത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, ഇപ്പം ഞാൻ നേരിട്ട് തന്നെ അരച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറു ചൂടുവെള്ളമാണ്, ഒത്തിരി തണുത്ത വെള്ളമല്ല, ചെറു ചൂടുവെള്ളം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ അരച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പം ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഇത്രയും പേസ്റ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് പട്ട ശരിക്കും പൊടിഞ്ഞിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല, അത് അതിനകത്ത് കിടന്നാലും അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് റെഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ പാത്രം തന്നെയാണ്, സവോളയൊക്കെ വഴറ്റി അതേ പാത്രത്തിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കൂടിയുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവോള തക്കാളിയുടെ ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സൈഡിലൊക്കെ എണ്ണയാണെന്നുണ്ടെങ്കിലും പതുക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അല്പം മസാലപ്പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കശ്മീരി ചില്ലി പൗഡറാണ് അധികം യൂസ് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും ഒത്തിരി മുളകിൻ്റെ കുത്ത് വരത്തില്ല, എന്നാൽ നല്ല നിറം കിട്ടും. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണ് പൊടിച്ചിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. ഇനി വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാനില്ല, ഇത്രയും മസാലപ്പൊടികളാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ മറന്നതല്ല, അത് ചേർക്കാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു ഏകദേശം ഒരു 4 മിനിറ്റോളം എടുത്തിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ എടുത്തിട്ടാണ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളത്. എങ്കിലാണ് ആ പച്ചമണമൊക്കെ പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കണ്ടോ, നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ അതാ ഞാനിപ്പം മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഇളക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ഇന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മസാലയെല്ലാം ചിക്കനിലൊന്ന് കയറി പിടിക്കാനുള്ള ഒരു സമയമാണത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി നമുക്ക് എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സവോളയിലകത്തും അല്ലെങ്കിൽ മസാലയ്ക്കകത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ആ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അടുത്ത ഒരു 5 മിനിറ്റും കൂടെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇതുവരെ മൂടി വെച്ചിട്ടില്ല. നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇതാണ് അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അത് അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മൂടി വെക്കാതെ തന്നെയാണ് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ പതുക്കെ കണ്ടോ ഈ ഒരു ചിക്കനിൽ നിന്നുള്ള എണ്ണയല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം.
അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിൽ നമ്മളൊരു അരപ്പ് തയ്യാറാക്കിയില്ലായിരുന്നു, ആ മിക്സി ജാറിനകത്ത് അല്പം ചെറു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ആ ഒരു ജാറിനകത്തുള്ള മസാലകളൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉള്ള വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചാറ് പോലെയല്ല ഞാൻ എടുക്കുന്നത്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതപ്പോൾ ഇത് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തുറന്ന് അതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ആ ഒരു നമുക്ക് ശരിക്കും അറിയാം, ഒരു നോർത്ത് ഇന്ത്യൻ ധാബയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അവരുടെ അടുത്തൊക്കെ ഒരു പ്രത്യേക മണമല്ലേ നമ്മൾ അവിടെ ചെല്ലുമ്പം ആ ഒരു ചിക്കൻ കറിക്കൊക്കെ അതേ സ്മെല്ല് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ചിക്കൻ കറി കഴിച്ച് മടുത്ത് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. പക്ഷേ ഇതിനകത്ത് ഒരു മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അത് ഗരം മസാലപ്പൊടിയാണ്. കാരണം ഇതാണ് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്ന ഒരു മസാലപ്പൊടി എന്ന് പറയുന്നത്, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 ടീസ്പൂണും 1 ടീസ്പൂണൊക്കെ ആയിട്ട് എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റ് നമ്മുടെ കറിയെല്ലാം ആയിട്ടോ. അപ്പം ലാസ്റ്റ് ഇതിനകത്തോട്ട് ഞാൻ ഒരു കുറച്ച് കസൂരി മേത്തി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി വേണം എന്നൊരു നിർബന്ധമില്ല, പക്ഷെ കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കിയിട്ട് ഉള്ള ഇലയാണ് കസൂരി മേത്തി. അപ്പം ഇത് പൊടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ഒരു മണവും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്, തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയിലും കൂടെ നമുക്കൊന്ന് തൂവി കൊടുക്കാം. അതോടുകൂടെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി, പഞ്ചാബ് സ്റ്റൈലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നല്ല സൂപ്പർ സ്വാദാണ് കേട്ടോ. ഞാനിവിടെ ഗസ്റ്റിന് കൊടുത്തതാണ്. എല്ലാവരും നല്ലൊരു കമൻറ്റ് അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത് നല്ല നമ്മുടെ നാടൻ കുത്തരിച്ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ചിക്കൻ കറി കഴിച്ചത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ദിവസം വിചാരിക്കുന്ന ദിവസം ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ ഗ്രേവി എന്നൊക്കെ പറയുന്നത് അത്രയും തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ കേൾക്കണ്ടേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ ഒരു ഗീവ് അവേയുടെ. ഞാൻ ഈ ഒരു കറിയിൽ ഏറ്റവും അവസാനം ചേർത്തിട്ടുള്ള മസാലപ്പൊടി ഏതാണ്? കസൂരി മേത്തി അല്ല എന്നുള്ളൊരു ക്ലൂവും കൂടെ തരാം കേട്ടോ. ഒരു മസാലപ്പൊടിയാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്, അതെന്താണെന്ന് പറയുക. അതിൻ്റെ ഉത്തരം ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.